കാട് പിടിച്ചു കിടക്കുന്ന മിറ്റമാണ് ഇന്നത്തെ വീഡിയോ. ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു നെല്ലിയാണ്. ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ഇതിനെ ലവ്ലോലി എന്നാണ് പറയുന്നത്. പിന്നെ റംബൂട്ടാനുണ്ട്, മുരിങ്ങയുണ്ട്, ഇങ്ങനെ പല സാധനങ്ങളും മരങ്ങളായിട്ടുണ്ട്. എൻ്റെ ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇളക്കി കൊണ്ടുവന്ന ചെടികളെല്ലാം നട്ടു വെച്ചേക്കുവാണ്. മുറ്റത്ത് സ്ഥലമില്ലാത്തതാണ് റോഡിൽ വെച്ചേക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് തിരിക്കും. അപ്പം പിന്നെ എല്ലാം പറക്കി പപ്പ മുറ്റത്തോട്ട് വെക്കും. ഈ തെറ്റ് അവൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് നിപ്പുണ്ട്. അത് നിറച്ച് പൂക്കളുമായി. ഈ ചെടികളെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടികൾ, ഈ റോഡിൽ ഇരിക്കുന്ന ചെടികളല്ല. കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ നല്ല കുറച്ച് വെറൈറ്റി അനിയത്തി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പറ്റുവാണെങ്കിൽ അവിടെ അത് കാണിക്കാം. ഈ നിൽക്കുന്ന നന്ദിയാർ വട്ടത്തിനൊരു കഥയുണ്ട്. വിൻചേട്ടൻ്റെ ചേച്ചിയുടെ കണ്ണിൽ ഒരു ചെറിയൊരു ചോപ്പ് വന്നപ്പോൾ ഈ നന്ദിയാർ വട്ടത്തിന്റെ പൂവിന്റെ നീരൊഴിച്ചാൽ നല്ലതാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്ന് ചേച്ചിക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പൂ പറിക്കാൻ പോയത്. അവിടെ നിന്ന് ഒരു കമ്പ് ഒടിച്ചോണ്ടോന്ന് വെച്ച് നട്ടതാണ്. അവിടെ അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബട്ടർ ഫ്രൂട്ടിന്റെ തൈയാണ്. അതിലൊരു ചെറിയ കാ വന്നിട്ടുണ്ട്. തായല്ല ഒരു പൂ ഞാൻ കാണിക്കാവേ. ഇത് കണ്ടോ, പൂ വരുന്നേ. ഇത് പപ്പ നട്ടിരിക്കുന്നതാ. റോഡിന്റെ സൈഡിലാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്. ഈ ചെടിയുടെ പേരാണ് കല്യാണ സൗഗന്ധ്യം. നല്ല മണമാണ് ഇത് പൂക്കുമ്പോൾ. ഇതൊരു സപ്പോട്ട മരമാണ്. ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 5 വർഷമായി. ഈ 5 വർഷം കൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ ഇന്ന് ഇപ്പൊ ഒന്ന് വലുതായി. ആദ്യം ഒരു ചെറിയ 2-3 ഇലയേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് 1-2 കാ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ചെടി കണ്ണൂര് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഷൈജു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ഞാൻ മേടിച്ചിട്ട് വന്നതാണ്. അവിടെ ഏഴുമല ആശുപത്രിയിൽ വയ്യാണ്ട് കിടന്നപ്പം തിരിച്ച് ഡിസ്ചാർജ് ആയപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിലൊന്ന് പോയി. അവിടെ നിന്ന് മേടിച്ചിട്ട് വന്ന ചെടിയാണിത്. ഇതൊരു കുറ്റിക്കുരുമുളകെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചതാണ്. പക്ഷെ ഇതിപ്പോൾ വള്ളിക്കുരുമുളകായി മാറി. പക്ഷെ ഒരു കാ പോലും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഞാൻ ആദ്യം ഒരു നന്ദിയാർ വട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതാണ് ശരിക്കും നട്ട മൂട്. ഇതിൽ നിന്നൊരു കമ്പ് ഒടിച്ച് ഞാൻ അതിലോട്ട് നട്ടതാണ്. അതിനുവേണ്ടി ഒരു വലിയൊരു ചെടിച്ചട്ടിയൊക്കെ മേടിച്ചാണ് ഞങ്ങൾ നട്ടത്. ഇത് മാവ് ഞാനിപ്പോൾ കുഴിപ്പള്ളത്തു നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. ഇതൊന്ന് ശകലം ഒന്ന് വലുതായതിന് ശേഷം അകത്തോട്ട് മാറ്റണം. അതിനുവേണ്ടി അവിടെ ശരിയാക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ റോക്കി നമ്മൾ പോകാറായെന്ന് നമുക്ക് അവനറിയാം. അതുകൊണ്ട് അവൻ നമ്മളെ വിട്ട് മാറുന്നില്ല. ഞാൻ ആദ്യം തുടക്കത്തിൽ കാടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് കാടല്ല, എൻ്റെ ഗാർഡനാണ്. പക്ഷെ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ കാടായിട്ട് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായി ഇങ്ങനെ കാടായിട്ട് കിടക്കുന്നതെല്ലാം. ഇപ്പം കുഴിപ്പള്ളത്തു നിന്ന് മേടിച്ചുകൊണ്ട് വന്ന റോസകളാണ് ഈ താഴെ നിൽക്കുന്നത്. 3 മൂട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. സ്ഥലക്കുറവായതുകൊണ്ട് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ മൂലയിൽ നിൽക്കുന്നതാണ് രാമതുളസി. ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചെറിയൊരു തൈ കൊണ്ടുവന്ന് നട്ടതാണ്. ലക്കി ബാമ്പു. ഇതെല്ലാം കണ്ടോ, അങ്ങ് കാട് പോലെ. ഇതിനെയാണ് കാട് പിടിച്ചൊരു ഗാർഡൻ. ഈ ചെടികളൊക്കെ ചേഞ്ച് ചെയ്യാറായി നിൽക്കുന്ന, എല്ലാം ചട്ടി മാറ്റാറൊക്കെ ആയി നിൽക്കുവാണ്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഇതിലൊന്നും തൊടുന്നില്ല. അഗ്ലോമിയയുടെ പല വെറൈറ്റികളും ഉണ്ട്. ഞാനൊരു ഇത് കാണിക്കാവേ. ഒരിടയ്ക്ക് എൻ്റെ ഈ അഗ്ലോമിയുടെ തന്നെ കുറേ ചട്ടികളുണ്ടായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ കൊടുത്തെടുത്തെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു തൈ മേടിച്ച് വീണ്ടും വെച്ച് പിടിപ്പിച്ചതാണിത്. കണ്ടോ, ഒരാൾ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാൻ വന്ന് കിടക്കുന്നത്. അവൻ എവിടെയൊക്കെ കിടന്നാൽ മൊബൈലിൽ വരുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ നടക്കുന്നത്. ഇത് കണ്ണൂരിൽ നിന്ന് കിട്ടിയ ഒരു ആൽമരമാണ്. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയി. ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചേക്കണം. ഒരു ബോൺസായി ആക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. ആവോ ഇല്ലേന്ന് അറിയില്ല. ഇതെല്ലാം അഗ്ലോമിയയിൽ വരുന്നതാണ്. ഇത് കുറേയൊക്കെ ചെടികൾ ഞാൻ വയനാട്ടിൽ നിന്ന് മേടിച്ചതാണ്. കുറേ ചെടികളുടെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനകത്തൊരു ചെടി കൂട്ടം കൂടി നിപ്പുണ്ട്, കാണിക്കാവേ. ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. കണ്ടോ, വെയിലില്ലാത്തത് കൊണ്ട് അതിങ്ങനെ നിൽക്കുന്നത്. നല്ലൊരു കളറായിരുന്നു. പക്ഷെ കുറച്ചൊരു കമ്പ് ഈ നെല്ലി മുറിച്ച് കളഞ്ഞെങ്കിൽ കുറച്ചൊക്കെ ഇത് ശരിയായേനെ. ഈ റോസ കഴിഞ്ഞ പ്രാവശ്യം കുഴിപ്പള്ളത്ത് പോയപ്പോൾ മേടിച്ചതാണ്. മതിലിന്റെ പുറത്ത് ചട്ടിയിലാണ് ഇത് വെച്ചേക്കുന്നത്. പക്ഷെ പൂവുണ്ട്.
ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ചെടിയാണ്. പക്ഷെ ഒരു അലവേര ചട്ടിയിലാണ് അത് നട്ടിരിക്കുന്നത്. കണ്ടോ, മതിലിലോട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇന്നലെ അവിടെ ഒരു ചെറിയൊരു പാമ്പും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പച്ച സ്നേക്ക് പ്ലാന്റിന്റെ ഒരു കുറേ ചട്ടികൾ ഇരിപ്പുണ്ട്. അഗ്ലോമിയും സ്നേക്ക് പ്ലാന്റും. ഒരു 3-4 ചട്ടിയുണ്ട്. എല്ലാം ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുകയാണ്. വെയിലില്ലാത്തതിന്റെ ഒരു കുറവ് എല്ലാത്തിനും ഉണ്ട്. നമുക്ക് ഈ ചെടി ഒന്ന് താഴെ വെച്ചിട്ട് അപ്പുറത്തെ ചെടികളൊന്ന് കാണാം. ഇതിനെ ഒന്ന് താഴോട്ട് ഇറക്കി വെക്കാം, എന്നാൽ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇന്നലെ മഴ പെയ്തു, അതിന്റെ ആ വെള്ളമൊക്കെ ഇത് കണ്ടോ. ഒരു 2 സ്റ്റാൻഡുണ്ട് അപ്പുറം ഇപ്പുറം. സ്റ്റാൻഡിലാണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ കിട്ടിയ ചെടികളും എല്ലാം ഉണ്ട്. പിന്നെ മമ്മിയും പപ്പയുമാണ് ഇതെല്ലാം നോക്കി ഇതാക്കുന്നത്. ഇത് റംബൂട്ടാനാണ്. റെഡ് കളറാണ്, അല്ല മഞ്ഞയാണ് ഇതിന്റെ കളറാകത്തത്. പക്ഷെ റെഡ് കണ്ട് റെഡിന്റെ കാര്യം ഓർമ്മ വരുന്നത്. പക്ഷെ കുറെ നാളായി ഇതിൻ്റെ ഞങ്ങൾ കണ്ടിട്ട്. ഈ വർഷം ഇഷ്ടം പോലെ ഉണ്ടായി. ഇത് ആന്തോറിയാണ്, റെഡ് വൈറ്റ്. ഈ മുളക് അമേരിക്കയിൽ നിന്ന് പപ്പയ്ക്ക് ഒരാൾ വിത്ത് കൊണ്ടുവന്ന് കൊടുത്ത മുളകാണ്. അത് നട്ട് പിടിപ്പിച്ചെടുത്തതാണ്. ഈ മുളക് പഴുത്ത് കുറേ ദിവസം നിൽക്കും. ഈ പഴുത്ത മുളക് അങ്ങനെ വാടിയൊന്നും പോകത്തില്ല. ഈ ഒരു ഡ്രമ്മ് ഞാൻ കാണിക്കാം. ഇത് ഞങ്ങളുടെ വീട് പണിതപ്പം വെള്ളം പിടിച്ചു വെക്കാൻ വേണ്ടി മേടിച്ച ഡ്രമ്മാണ്. ഇപ്രാവശ്യം ഞാൻ കുഴിപ്പളത്ത് പോയപ്പോഴത്തെ ഒരു മാവ് മേടിച്ചു. അത് നടാൻ വേണ്ടി മുറ്റത്തുനിന്ന് തൂക്കുന്ന കരിയിലകളെല്ലാം പറക്കി ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. ആ മാവ് ഒന്ന് വലുതായതിനു ശേഷം ഇവിടെ വെച്ച് പിടിപ്പിക്കാനാണ്. ഇതെല്ലാം മണിപ്ലാന്റിന്റെ വെറൈറ്റികളാണ്. ഈ നിൽക്കുന്ന ചെടികളൊക്കെ ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. മണിപ്ലാന്റിന്റെ കുറെ കളർ വെറൈറ്റികളുണ്ട്. പിന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. ഈ ഫിഷ് ടാങ്കിൽ ചെറിയ ചെറിയ ഗപ്പി മീനുകൾ കിടപ്പുണ്ട്. ചെറിയ ആമ്പലും ഉണ്ട്. ഞാൻ ആദ്യം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മുകളിൽ കാണിച്ചായിരുന്നു ഒരു ആമ്പലിന്റെ. ഇതിൽ നിന്ന് തൈ എടുത്തോണ്ട് പോയി ഇട്ടതാണ് അവിടെ ടെറസിന്റെ മണ്ടയിൽ. പിന്നെ ഒരു ചെറിയ ബാമ്പുവിന്റെ ഉണ്ട്. അത് ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ബാമ്പു ചെടിയാണ്. ഇനി നമുക്ക് വീട്ടിനകത്ത് വെക്കാൻ വേണ്ടി മേടിച്ച ഒരു ചെടിയാണ്. ഞാനത് കാണിക്കാം. ഈ ചെടി വീട്ടിനകത്ത് വെക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പുറത്തിറക്കും. ഇപ്പം വീട്ടിനകത്ത് ചെടികളൊന്നുമില്ല. ഞാൻ വരുമ്പോഴാണ് ഈ ചെടികളെല്ലാം വീട്ടിനകത്ത് വെക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മണിപ്ലാന്റുകളെല്ലാം കമ്പുകളിൽ തുണി ചുറ്റി പിടിപ്പിച്ചതാണ്. പക്ഷെ എല്ലാം ഒരുമാതിരിയായി. ഇനി അതെല്ലാം റീപ്ലാന്റ് ചെയ്യാറായി നിൽക്കുവാണ്. പക്ഷെ ഈ പ്രാവശ്യം സമയമില്ല ഇതൊന്നും തൊടാൻ. ഇനി നമുക്ക് വേറൊരാളെ കാണാം. വെള്ളത്തിലോട്ട് നോക്കിക്കോളണേ. കുറച്ച് മീനുകളുണ്ട്. തീറ്റ തിന്നാൻ വരുമെന്നാ തോന്നുന്നേ. ഈ ഫിഷ് ടാങ്ക് കെട്ടുന്നത് എൻ്റെ ശാലുമോള് ചെറുതായിരുന്നപ്പം ഒരു LKG UKG പഠിക്കുന്ന വിജയന്റെ ഒരു ചേട്ടന്റെ വീട്ടിൽ പോയി. അവിടെ ഒരു മോനുണ്ടായിരുന്നു. അവൻ ഈ തോട്ടിൽ നിന്ന് മീൻ പിടിച്ച് ചട്ടിക്കകത്ത് വെച്ചിരുന്നു. അതിനു വേണ്ടി അവള് ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് വേണമെന്നും പറഞ്ഞു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങള് ചെടി നേഴ്സറിയിൽ നിന്ന് 3 ആറ്റുവാള മേടിച്ചു. അതിനെ കൊണ്ടുവന്ന് ഒരു ചെറിയ ടാങ്കിനെ നമ്മൾ ആദ്യം കാണിച്ച ആമ്പൽ കുളത്തിലിട്ടിരുന്നു. പിന്നെ അത് വലുതായപ്പം പിന്നെ ഈ ഒരു ഫിഷ് ടാങ്ക് കെട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. കരിമീനാന്ന് പറഞ്ഞ് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന മീനൊന്നും കരിമീനല്ല, അത് സ്ലോപ്പിയാണ്. ഒരു 10-16 മീൻ അതുണ്ട്. വെയിൽ കുറവായതുകൊണ്ട് ചെടികൾക്കൊക്കെ ഒരു വളർച്ച, വളമൊക്കെ ഉണ്ട്. വെയിലിന്റെ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു വളർച്ചയ്ക്കൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം. ഇപ്പുറത്തെ പറമ്പിലെ വാഴയുടെ ഇലയെല്ലാം ഇങ്ങോട്ടാണ്. ഇതൊരു സ്നേക്ക് പ്ലാന്റിന്റെ വെറൈറ്റിയാണ്. പിന്നെ ബാക്കിയെല്ലാം CC പ്ലാന്റ് ആണ്. എല്ലാം ഒരേ ടൈപ്പാണ്. പക്ഷെ ഇതിനകത്തൊരു നീലയുടെ ഒരു ചൈയൂടെ ഇതിനകത്തുണ്ട്, ചെറുത്. ഇതിപ്പം കണ്ണൂരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതൊക്കെയാണ് എൻ്റെ കാട് പിടിച്ച ഗാർഡനിലെ വിശേഷങ്ങൾ.